ജോസഫ് എന്ന യാക്കോബിന്റെ ഇഷ്ടപുത്രൻ. ഒരു പുരുഷായുസിൽ അദ്ദേഹം അനുഭവിക്കാത്തതായി ഒന്നുമില്ല. ഉയർച്ചകളും താഴ്ചകളും സന്തോഷവും സങ്കടവും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കുവാൻ കഴിയുമായിരുന്നോ എന്ന് നാം അതിശയിച്ചു പോകും. നിഷ്കളങ്കനായി ഇടപെട്ടതും അപ്പനെ പൂർണ്ണമായി അനുസരിച്ചതും മുഖാന്തരവും സഹോദരന്മാർക്ക് അനിഷ്ടനായി. ഒറ്റപ്പെടൽ, പൊട്ടക്കിണർ, അപവാദം, കാരാഗ്രഹം, നിന്ദ, പരിഹാസം, മാനസിക സംഘർഷം, അപ്പന്റെ ഇഷ്ടപുത്രൻ, രാജ്യത്തിന്റെ ഭരണാധികാരി, സഹോദരന്മാരുടെ വീണ്ടെടുപ്പുകാരൻ. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, അദ്ദേഹം കടന്നു പോകാത്ത വഴികൾ ഒന്നുമില്ലെന്ന്. എന്നാൽ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം യഹോവ അവനോട് കൂടെയിരുന്നു എന്ന് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത, രാജ്യത്തിലെ രണ്ടാമനായി വാഴുമ്പോൾ പോലും ഈ പ്രതിസന്ധികളിലൂടെ തന്നെ കടത്തിവിട്ട യാതൊരാൾക്കുമെതിരെ അദ്ദേഹം പ്രതികാര നടപടിക്ക് തുനിഞ്ഞില്ലെന്ന് മാത്രമല്ല, തന്റെ നിഷ്കളങ്കത്വം തെളിയിച്ച് അവരെ അപമാനിക്കുവാനും താൻ തയ്യാറായില്ല. മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും വലുതാക്കി അത് ലോകത്തെ അറിയിച്ച് ഞാൻ അതിലെല്ലാം ഒഴിവുള്ളവനാണെന്ന് പറയാതെ പറഞ്ഞ് ജീവിക്കുന്ന നമുക്ക് ജോസഫ് എല്ലാ അർത്ഥത്തിലും ഒരു പുസ്തകമാണ്. ജോസഫ് തന്റെ സകല സാഹചര്യത്തിലും ക്രിസ്തുവിന്റെ വെളിച്ചമായി തീർന്നു. ഒരിക്കൽ പോലും തന്നിലുള്ള വെളിച്ചത്തെ കെടുത്തിക്കളയുവാൻ അവൻ തയ്യാറായില്ല. ജോസഫ് മുതലായ വിശുദ്ധന്മാരെ പറ്റി കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നുമെങ്കിലും ഈ കാലത്തിൽ നമുക്ക് അതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും ക്രിസ്തുവിന്റെ വെളിച്ചമായി നമുക്ക് മാറാം.